തലയ്ക്ക് എന്താ പറയുക ഇങ്ങനെ ദശ വരുന്ന ഒരു അസുഖം ഉണ്ട് കേട്ടോ. മരിച്ചത് കാരണം കൊണ്ടാണ് കേട്ടോ ഇത്രയും ദിവസം ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നുണ്ടായിരുന്നത്. ആരീഷിനെ പ്രസവിച്ച് കിടക്കുന്ന ആ സമയത്താണ് മേമയ്ക്ക് സ്ട്രോക്ക് വരുന്നത് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ആംബുലൻസ് വിളിച്ച് പോകാൻ നമ്മുടെ കയ്യിൽ അന്ന് പൈസ ഉണ്ടായിരുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അത് കാരണം കൊണ്ടാണ്. അപ്പോൾ ബാബുക്കാനോടാണ് കേട്ടോ പറഞ്ഞത്, ബാബു ഇവർ പെണ്ണുങ്ങൾ മാത്രമല്ലേ കൊണ്ടുവരുന്നത്, വഴിയിൽ വെച്ചിട്ട് എന്തെങ്കിലും ആയിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് പ്രശ്നമാവില്ലേ എന്ന് പറഞ്ഞു. അത് മുന്നേ തന്നെ അവരോടിൻ്റെ ഒരു ഭാഗത്ത് മൊത്തം ബ്ലഡ് കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കട്ട പിടിച്ചിടത്തുനിന്ന് ഈ കട്ട പിടിക്കാത്ത ഭാഗത്തേക്ക് ഒരു എന്താ പറയുക നീര് പോലെ ഇങ്ങനെ അങ്ങനെ ഒരു വെള്ളം പോലെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. പിന്നെ ആളെന്തായാലും രക്ഷപ്പെടില്ല. 24 മണിക്കൂറാണ് അവർ പറഞ്ഞത് കേട്ടോ. പിന്നെ വെന്റിലേറ്ററിലാക്കണം. 2018 ഞാൻ ആരീഷിനെ പ്രസവിക്കുന്നത്. അതുപോലെ 2019 ഞാൻ പൂമ്പാറ്റേനെ പ്രസവിക്കുന്നത്. അപ്പോൾ പിന്നെ മക്കൾ രണ്ടുപേരും തമ്മിൽ ഓരോ വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഹലോ ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൽ കുറേ ദിവസമായി ലോങ് വീഡിയോ ഇടാണ്ട്. പിന്നെ ഇന്നലെയാണ് ഞാനൊരു വീഡിയോ ഇട്ടത്. അത് പിന്നെ ഒരു 2 മിനിറ്റുള്ള ഒരു വീഡിയോ ഇന്നലെയാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇട്ടത് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ മേമ മരിച്ചത് കാരണം കൊണ്ടാണ് കേട്ടോ ഇത്രയും ദിവസം ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നുണ്ടായിരുന്നത്. മേമ മരിച്ച ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ചെറുതായിട്ട് ഷോർട്സ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ലോങ് വീഡിയോസ് ഒന്നും ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം വീഡിയോസ് ഇല്ലാത്തത് ഇതൊക്കെ കാരണം കൊണ്ടാണെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ട് വീഡിയോ ഇട്ട് തുടങ്ങാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. പിന്നെ കുറേ അല്ലേ വീഡിയോ ഇടാണ്ടേ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു 1-ാം തീയതി മുതൽ എന്തായാലും വീഡിയോ ഇട്ട് തുടക്കാമെന്ന്. അങ്ങനെ ഞാൻ ഇന്നലെ ഈ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് രാവിലെ വീട്ടിലത്തെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ വേണ്ടി ഇരുന്നപ്പോഴൊക്കെയാണെങ്കിൽ എന്താ പറയുക, നല്ല മഴ പെയ്തു. പിന്നെ കറണ്ട് പോയിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് വന്നത്. അത് കഴിഞ്ഞ് ഏട്ടനൊക്കെ വന്ന് ഊണൊക്കെ കഴിച്ച് ഉച്ചയ്ക്കും അല്ല കേട്ടോ, ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് ഏട്ടൻ ഊണ് കഴിക്കാൻ വേണ്ടി വന്നത് സ്റ്റാൻഡിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾ സ്റ്റാൻഡിലേക്ക് പോയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങോട്ട് കയറി വന്നിട്ട് ഏട്ടൻ വീട്ടിലുണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ടാണെന്ന് വെച്ചാൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇന്നലെ എനിക്ക് ഇന്നലെ ഈ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇന്ന് എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇപ്പം തന്നെ നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ. അകത്താണെങ്കിൽ കറണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ പുറത്ത് നിന്നിട്ട് വീഡിയോ എടുക്കണം കേട്ടോ. ഇന്നും കൂടെ ഇതിട്ടില്ലെങ്കിൽ പിന്നെ ഇനിയും ഇടൽ വഴുകും. അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഈ ഒരു കാര്യം ഞാൻ പറയണമെന്ന് വിചാരിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ലൈഫിൽ തന്നെ എന്താ പറയുക, ആദ്യമായിട്ട് ചില കാര്യങ്ങൾ ഈ ഒരു മരണത്തോട് സംബന്ധിച്ചിട്ടുണ്ടായിട്ടുണ്ട്. ആ ഒരു കാര്യം, പിന്നെ ആ ഒരു വ്യക്തി എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരാളാണ്. അത് കാരണം കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിങ്ങനെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എൻ്റെ അമ്മയുടെ മൂത്ത അനിയത്തിയാണ് കേട്ടോ. ഇവരാണെങ്കിൽ 6 മക്കളാണ് കേട്ടോ. 5 പെണ്ണും 1 ആണും. മാമനും മുത്തശ്ശനും മരിച്ചപ്പോൾ തന്നെ അവിടുന്ന് അമ്മയുടെ നാട്ടിൽ നിന്ന് അച്ഛൻ എന്ത് കാണിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 മേമ്മമാരേനെയും അമ്മമ്മേനെയും കൂട്ടിയിട്ട് അച്ഛൻ്റെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. അതായത് എൻ്റെ നാട്ടിലേക്ക് കൊണ്ടുവന്നു, തൊഴിൽപ്പാടത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഞാനും അച്ഛനും ഏട്ടനും അമ്മയൊക്കെ മുന്നേ താമസിച്ചിരുന്ന വീട്ടിൽ അവരെ താമസിപ്പിച്ചു. 2 മേമ്മമാരെയും അമ്മമ്മേനെയും താമസിച്ചു. അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ ഷെയർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലൊരു വീട് വെച്ചിട്ട് ഞങ്ങളൊക്കെ അവിടെയും താമസിച്ചു. അങ്ങനെയാണ് താമസിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഒരു 2018 ആരീഷിനെ പ്രസവിച്ച് കിടക്കുന്ന ആ സമയത്താണ് മേമയ്ക്ക് സ്ട്രോക്ക് വരുന്നത് കേട്ടോ ഫസ്റ്റ്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയ മേമയ്ക്ക് തലയ്ക്ക് എന്താ പറയുക ഇങ്ങനെ ദശ വരുന്ന ഒരു അസുഖം ഉണ്ട് കേട്ടോ, ഒരു പഴുപ്പൊക്കെ പോലെ. ഒരുപാട് മുന്നേ ഞാനൊക്കെ കുഞ്ഞു കുട്ടിയായിരിക്കുന്ന സമയത്ത് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, തൃശ്ശൂർ ജില്ലാ ഹോസ്പിറ്റലിൽ വെച്ചിട്ടായിരുന്നു ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും മൂപ്പർക്ക് അത് വന്ന് തുടങ്ങിയപ്പോൾ ഡോക്ടറെ കാണിച്ചു കേട്ടോ. തൃശ്ശൂർ അത്താണി മെഡിക്കൽ കോളേജിൽ കാണിച്ചപ്പോൾ അവരത് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവായിരുന്നു ഈ 2 മേമ്മമാരും കൂടിയിട്ട്. ആ പോണ വഴിക്ക് ചങ്ങലപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് എൻ്റെ മൂത്ത മേമ വീണു. ചെറിയ മേമയ്ക്ക് ഓപ്പറേഷന് വേണ്ടിയിട്ടാട്ടോ പോയത്. പക്ഷെ ആ മൂത്ത മേമ വീണത് കാരണം കൊണ്ട് പിന്നെ ആളുടെ ചികിത്സയും കാര്യങ്ങളുമായിട്ട് ഈ മേമയുടെ ചികിത്സയും കാര്യങ്ങളും അവിടെ സ്റ്റോപ്പ് ചെയ്തു. പോരാത്തതിന് ഓപ്പറേഷനും പിന്നെ ഡേറ്റ് എടുക്കാനും കാര്യങ്ങൾക്കൊന്നും പോയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോഴും അതിൻ്റെ ഓപ്പറേഷൻ ചെയ്തിട്ടില്ല കേട്ടോ.
പിന്നെ ഒരു 2-3 വർഷം മേമേനെ നോക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മിണി മേമ എന്ന് പറയാം കേട്ടോ. അമ്മിണി മേമ അങ്ങനെ പോയി. അമ്മിണി മേമയുടെ ഓപ്പറേഷത്തിൻ്റെയും കാര്യത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ അങ്ങനെ വിട്ടു. അങ്ങനെ ഇരിക്കെ അമ്മിണി മേമയുടെ ഒരു 3 വർഷം കഴിഞ്ഞ് ഒരു 2019, 20, 21 ആ ഒരു സമയത്താണ് 2021-ലെങ്ങാണ്ടാണ് അമ്മിണി മേമ കേട്ടോ കല്യാണം കഴിക്കണത്. അപ്പോഴേക്കും ഈ സ്ട്രോക്ക് വന്ന മേമ ഉണ്ടല്ലോ, കുഞ്ഞിട്ടി മേമ, അവർ ഏകദേശം ഒന്ന് എണീറ്റ് നടക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കാണെന്ന് വെച്ചാൽ കുറേ മുന്നേ ഞങ്ങളുടെ വല്യമ്മ ഉണ്ടായിരുന്നു, കൊല്ലത്തുണ്ടായിരുന്ന വല്യമ്മ ഇങ്ങോട്ട് വന്നു കേട്ടോ. വന്നിട്ടുണ്ടായിരുന്നു വേറെ മൂത്ത വല്യമ്മയുടെ മോളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് കൊല്ലത്ത് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും ഇവരുടെ കൂടെയാണ് കേട്ടോ താമസം. പിന്നെ ആ വീട്ടിൽ മൂത്ത വല്യമ്മയും രണ്ടാമത്തെ വല്യമ്മയും മൂത്ത മേമയും കൂടിയിട്ടാണ് കേട്ടോ താമസിച്ച് പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ താമസിച്ചത് ഇപ്പോൾ രണ്ടാമത്തെ സ്ട്രോക്ക് വന്നതിലാണ് ആൾ മരിച്ചത് കേട്ടോ. രണ്ടാമത്തെ സ്ട്രോക്ക് വന്നത് ഞങ്ങൾ അറിയണത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും ഞാനിവിടെയാണല്ലോ, ഏട്ടൻ്റെ വീട്ടിലാണ്. അമ്മയാണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം എൻ്റെ വീട്ടിലാട്ടോ ഉണ്ടായിരുന്നു. കൈ ഒടിഞ്ഞിട്ട് ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് ഒരു 3 മാസത്തോളം അമ്മ 3-3.5 മാസത്തോളം ഇവിടെ നിന്നിട്ട് പിന്നെ വീട്ടിലേക്ക് പോകണം. അപ്പോഴേക്കും കഴിയുമ്പത്തൊക്കെ വെട്ടി, പക്ഷെ അപ്പോഴും കൈയൊന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ആൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ പോയി നിന്നപ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അമ്മേനെ കാണിച്ചിരുന്ന ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അത് കാണിക്കാൻ വേണ്ടി വന്നതാണെങ്കിൽ വല്യമ്മയുടെ മോനാണ് കേട്ടോ, മൂത്ത വല്യമ്മയുടെ മോനാണ് കാണിക്കാൻ വേണ്ടി വന്നത്. അത് കാണിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് വെച്ചാൽ വല്യമ്മയുടെ മോനെ എന്ത് കാണിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയി വല്യമ്മയുടെ ഏട്ടൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ഈ സ്കൂളൊക്കെ പൂട്ടിയപ്പോൾ കുട്ടികളും പറയാൻ തുടങ്ങിയിട്ട് അമ്മമ്മേനെ കാണാമെന്ന്. അപ്പോൾ ഞാൻ എന്ത് കാണിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ അമ്മമ്മയുടെ ഏട്ടൻ്റെ അടുത്തേക്ക് പോയി, വല്യമ്മയുടെ അടുത്തേക്ക് പോയി. അവിടെ പോയി വല്യമ്മയുടെ അടുത്തേക്ക് പോയ സമയത്താണ് ഇവിടുന്ന് ചെറിയ മേമ വിളിക്കണത്, ഇങ്ങനെ മേമയ്ക്ക് വയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ എന്ത് കാണിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളന്ന് വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ. ആരീഷിനെയും പൂമ്പാറ്റേനെയും വല്യമ്മയുടെ അടുത്ത് ആക്കിയിട്ട് ഞങ്ങൾ 2 പേരും കൂടിയിട്ട് പുറത്തേക്ക് പോകുന്നൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ എന്നിട്ട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ആരുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ അമ്മേനെ തിരിച്ച് വല്യമ്മയുടെ വീട്ടിലാക്കിയിട്ട് ഞാൻ നേരെ മേമയുടെ അടുത്ത് പോയി നോക്കുമ്പോൾ മേമ ഒരു ബോധമില്ലാണ്ട് കിടക്കുകയാണ്. അപ്പോൾ ഛർദിയാണെന്നാണ് കേട്ടോ, ഛർദി വയറിളക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ വിളിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ ആളൊരു അനക്കം ഇല്ലാണ്ട് കിടക്കുക. അപ്പോൾ ഒന്ന് നോക്കിയിലെടുത്ത് ബാബുക്ക പറഞ്ഞിട്ടിരിക്കുകയുണ്ട്. ആളുടെ ഓട്ടോറിക്ഷ വിളിച്ചിട്ടോ. ആളുടെ ഓട്ടോറിക്ഷ എന്ന് വെച്ചാൽ വെള്ളിമൂങ്ങയാണ്. അതിലാണെന്ന് സുഖമായിട്ട് പറഞ്ഞാൽ നമുക്ക് ആംബുലൻസ് വിളിച്ച് പോകാൻ നമ്മുടെ കയ്യിൽ അന്ന് പൈസ ഉണ്ടായിരുന്നില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. അത് കാരണം കൊണ്ടാണ്. അപ്പോൾ വെള്ളിമൂങ്ങയിലാണെന്ന് ഒരാൾക്ക് മുന്നിൽ ഇരിക്കുക, 2 പേർക്ക് അത് പറഞ്ഞപ്പോൾ എൻ്റെ വല്യമ്മയുടെ മോളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാനും എൻ്റെ വല്യമ്മയുടെ മോളും കൂടിയിട്ടാണ് കേട്ടോ കൊണ്ടുപോയത്. ഈ വല്യമ്മയുടെ മോളാണ് കേട്ടോ. ബാക്കി മേമമാരുടെയും വല്യമ്മയുടെയും ഒന്നും കല്യാണം കഴിഞ്ഞിട്ടില്ല. എൻ്റെ അമ്മയുടെയും വല്യമ്മയുടെയും മാത്രമേ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ മാമൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് 3 മക്കളും ഉണ്ട്, പെൺകുട്ടികളായിരുന്നു. അവരൊക്കെ കല്യാണം കഴിഞ്ഞ് അവരുടെ മൂത്ത ചേച്ചിയൊക്കെ മോളുടെയൊക്കെ കല്യാണമൊക്കെ PGക്കൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അത്ര വലിയ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ മാമൻ്റെ മോൾക്ക്. അപ്പോൾ എന്താ പറയുക, ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. ഞാനും എൻ്റെ ചേച്ചി വല്യമ്മയുടെ മോൾ കേട്ടോ, അവളും വല്യമ്മ മറ്റേ കല്യാണം കഴിയാത്ത കൊല്ലത്തുനിന്ന് നമ്മുടെ കൂടെ ഉണ്ട് ആ വീട്ടിൽ പറഞ്ഞല്ലോ, ആ വല്യമ്മയും കൂടിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പോൾ വെള്ളിമൂങ്ങയിലാണെങ്കിൽ ബാക്കിൽ 2 പേർക്ക് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരാളുടെ മടിയിൽ താലിയും ഒരാളുടെ മടിയിൽ കാലും വെച്ചിട്ട് അങ്ങനെ കിടത്തി കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ നോക്കുമ്പോഴാണ് വെച്ചാൽ പെരുന്നാളിൻ്റെ 10-ാം തീയതി പെരുന്നാളായിരുന്നു. പിറ്റേ ദിവസം 11-ാം തീയതിയാണ് ഞങ്ങൾ മേമനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ പോണത്. അന്ന് ആ ഇക്കാൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോകണം അവർക്ക്. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ അന്ന് പെരുന്നാളിനടുത്ത് ഡ്രസ്സ് പാകമായിട്ടില്ല. അപ്പോൾ അവർ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി ചേലക്കരയ്ക്ക് പോയിക്കുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ വിളിക്കണത്. എന്നിട്ട് ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ 7 മണി ആയിട്ടുണ്ടായിരുന്നു. 7 മണിയുടെ ബസ്സിനാണ് ഞാനും എൻ്റെ ചേച്ചിയും കൂടിയിട്ട് അവിടെ എത്തിയത്, മേമ താമസിക്കുന്നിടത്തിൽ എത്തിയത്. അവിടെ നിന്ന് ഈ ഓട്ടോറിക്ഷ വരാനായിട്ട് ഒരു 9 മണിയുടെ അടുത്തായി ആ ഏട്ടൻ വരാനായിട്ട് ചേലക്കര പോയിട്ട്. അങ്ങനെ ഞങ്ങൾ ആംബുലൻസിന് കൊണ്ടുപോകാൻ പറ്റാത്തത് കാരണം കൊണ്ട് കേട്ടോ. അപ്പം അങ്ങനെ എന്താ പറയുക, അങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് വെച്ചാൽ വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടൻ, ആളുടെ പേരൊന്നും ഞാൻ പറയണില്ല കേട്ടോ, ആൾ ഇങ്ങനെ പറഞ്ഞു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ആ ബാബുക്കാനോടാണ് കേട്ടോ പറഞ്ഞത്. ബാബു, ഇവർ പെണ്ണുങ്ങൾ മാത്രമല്ലേ കൊണ്ടുവരുന്നത്, വഴിയിൽ വെച്ചിട്ട് എന്തെങ്കിലും ആയിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് പ്രശ്നമാവില്ലേ എന്ന് പറഞ്ഞു. അത് മുന്നേ തന്നെ അവർ വരുന്നതിൻ്റെ മുന്നേ തന്നെ അവരിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇനി വഴിയിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവന് പ്രശ്നമാവില്ലേ. വണ്ടിയിൽ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പിടിച്ച് വണ്ടിയിൽ കയറ്റാൻ പറ്റണില്ല, അപ്പോൾ ഇവരേനെ കൂടി സഹായത്തിന് വേണ്ടി വിളിച്ചതാണ് കേട്ടോ. അപ്പോഴാണ് ഇവരിങ്ങനെ പറയണത്. അപ്പോൾ ആ ഏട്ടനോട് അത് പറഞ്ഞു. പക്ഷെ ആൾ പറയാൻ കാരണം ആ ഏട്ടൻ്റെ ഒരു നല്ലൊരു മനസ്സിൻ്റെ ഒരു കാര്യമാണ് കേട്ടോ. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് പറയാൻ കാരണം. ആ ഇക്ക പറഞ്ഞു അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കാരണം ഇപ്പോൾ ഇവർ പറയുകയാണ് ഇങ്ങനെ പോണ വഴിയിൽ വെച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ എന്താ ചെയ്യുക എന്നുള്ള ആ ഒരു ചോദ്യത്തിനായിട്ട് ശരി എന്നാൽ നിങ്ങൾ ആംബുലൻസ് വിളിച്ച് പോയിക്കോ, എനിക്ക് പേടിയാണെന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞായിരുന്നെങ്കിൽ അന്ന് എന്താ പറയുക, പോക്ക് നടക്കില്ല എന്നല്ല, പക്ഷെ എങ്ങനെയെങ്കിലുമൊക്കെ പോവുമായിരിക്കും. പക്ഷെ ഭയങ്കര കഷ്ടമായിരുന്നു. പക്ഷെ ആ ഏട്ടൻ്റെ ഒരു നല്ലൊരു മനസ്സ്, നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ എനിക്കെന്തോ കുഴപ്പം എന്ന് വെച്ചാൽ അവർക്കറിയാം ഒരാൾ വെയ്യാണ്ട് കിടക്കുമ്പോൾ പോണ വഴിയിൽ എന്തെങ്കിലും പറ്റിയിട്ട് അവർക്ക് തലയിലാവുമോ എന്നുള്ളതല്ലല്ലോ പ്രധാനം. അത് അങ്ങനെയാണ് ചില ഓട്ടോറിക്ഷക്കാർ അല്ലെങ്കിൽ ചില ഡ്രൈവർമാർ അങ്ങനെയാണ്. അപ്പോൾ ഇക്ക അങ്ങനെ ചെയ്തു. അത് വലിയൊരു കാര്യമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിൽ പോയി നോക്കുമ്പോഴാണ് ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. അന്ന് രാത്രി മൊത്തം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. എല്ലാം ചെയ്തപ്പോൾ അങ്ങനെ സ്ട്രോക്ക് വന്നൊക്കെയാണ് മേമയ്ക്ക് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടാമത്തെ വട്ടം ഞങ്ങളിങ്ങനെ പറഞ്ഞു, അങ്ങനെ ആദ്യം സ്ട്രോക്ക് വന്ന ആളാണ് ഇതിപ്പോൾ, അപ്പോൾ ഇത് രണ്ടാമത്തെ വട്ടമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം മേമയുടെ പഴയ മരുന്ന് ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ കാണിച്ചു. അപ്പോൾ കൂടെ ആരും ഇല്ലാത്ത കാരണം കൊണ്ട് ഞങ്ങളോടാണ് കേട്ടോ ഡോക്ടർ മേമയുടെ കാര്യങ്ങൾ പറയണത്. ഇതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടായ സംഭവമെന്ന് പറയണത്. മേമയ്ക്ക് ചോറിൻ്റെ ഒരു ഭാഗത്ത് മൊത്തം ബ്ലഡ് കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കട്ട പിടിച്ചിടത്തുനിന്ന് ഈ കട്ട പിടിക്കാത്ത ഭാഗത്തേക്ക് ഒരു എന്താ പറയുക നീര് പോലെ അങ്ങനെ ഒരു വെള്ളം പോലെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. പിന്നെ ആളെന്തായാലും രക്ഷപ്പെടില്ല. 24 മണിക്കൂറാണ് അവർ പറഞ്ഞത് കേട്ടോ. പിന്നെ വെൻറ്റിലേറ്ററിലാക്കണം. ഇനിയിപ്പോൾ പിന്നുള്ളതൊരു ഓപ്പറേഷനാണ്, ഒരു സർജറി ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തലച്ചോറിൻ്റെ പകുതി എടുത്ത് കളയണം. അങ്ങനെ പകുതി എടുത്ത് കളഞ്ഞാൽ തന്നെ ഈ കട്ടയായി പോയ ആ ഒരു ഭാഗം മൊത്തം എടുത്ത് കളയണം. അങ്ങനെ ചെയ്താൽ തന്നെ എന്താ പറയുക, ഒരു 3 മാസം വെൻറ്റിലേറ്ററിൽ തന്നെ അങ്ങനെ ആയിട്ടൊരു 3 മാസം കടന്നേ ഉള്ളൂ. നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ എന്നുള്ള രീതിയിലാട്ടോ പറഞ്ഞത്. പക്ഷേ വീട്ടിലാണെന്ന് വെച്ചാൽ വല്യമ്മയും മേമയാണ്, അവരങ്ങനെ അത്ര വലിയ സൗകര്യത്തിലൊന്നല്ല താമസിക്കണത്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും നിൽക്കലും നോക്കലും എല്ലാം കൂടി ആയിട്ട് പറ്റില്ല. അപ്പോൾ ഡോക്ടറുടെ ഒരു നല്ല, അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു നല്ല മനസ്സായിട്ട് ആ ഡോക്ടറേനും കിട്ടിയിട്ടോ. ആ ഡോക്ടർ പറഞ്ഞു എന്നാൽ ശരി, ഞങ്ങളിവിടെ അഡ്മിറ്റ് ആക്കാം, നമുക്ക് നോക്കി നോക്കാം, രക്ഷപ്പെടുന്നുള്ളതിന് ഒരു ഉറപ്പില്ല. പക്ഷേ ഉള്ള ദിവസം നിങ്ങൾക്ക് ഇവിടെ നിർത്താമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയതാണ് മേമേനെ. ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ഞങ്ങൾ വാർഡിലേക്ക് പോകുമ്പോൾ സമയം 5 മണിയാണ്. പക്ഷെ സമയം 5 മണിയാണെന്നുള്ളത് ഞാൻ സത്യം പറഞ്ഞ സമയം പോലും നോക്കിയിട്ടില്ല കേട്ടോ. മേമനെ ആ ബെഡിൽ കൊണ്ടുപോയി കടത്തിയിട്ട് ഞാൻ എന്താ പറയുക, ആ താഴെ തന്നെ ഒരു പായ വിരിച്ചിട്ട് അവിടെ ഇങ്ങനെ കടന്നിട്ട് ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആൾക്കാരൊക്കെ ഉണ്ട് കപ്പൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കണം, കപ്പും ബ്രഷൊക്കെ പിടിച്ച് നടക്കണം. അപ്പോൾ ഫോണിൽ സമയം നോക്കി, അപ്പോൾ 5 മണി ആയിരിക്കണം. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അവിടെ ഉള്ളവരൊക്കെ പേഷ്യൻ്റായിട്ട് കൂടെ ഉള്ളവരൊക്കെ പല്ലേക്കാനും കുളിക്കാനൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ ഒന്നും നോക്കിയില്ല, അവിടെ നിന്ന് എണീറ്റു. ഒരു 5 മിനിറ്റ് പോലും കണ്ണടച്ചില്ല. നേരെ കടന്നിട്ട് നമ്മൾ മേലേക്ക് നോക്കുമ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോൾ ഒന്നും നോക്കിയില്ല, നേരെ എണീറ്റിട്ട് പിന്നെ കൂടെ ഉണ്ടായിരുന്ന വല്യമ്മ പ്രായമായതാണ്, എൻ്റെ മേനക്കാ മൂത്തതാണല്ലോ. അപ്പോൾ അവരോട് പല്ലൊക്കെ തേക്കാൻ പറഞ്ഞിട്ട് അവർക്ക് ചായ വാങ്ങിച്ചു കൊടുക്കലും അങ്ങനെയൊക്കെ ആയിട്ട് അന്ന് ഒരു പോള കണ്ണടച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ റൗണ്ട്സിന് ഡോക്ടർമാർ വരുമല്ലോ. അപ്പോഴേക്കും മേമയുടെ ഡ്രസ്സൊക്കെ മാറ്റി നല്ല ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇൻഫെക്ഷൻ വരും പറഞ്ഞിട്ട് ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഡൈപ്പർ വാങ്ങിക്കാൻ കിട്ടും, അത് ഇട്ടാൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മേമനെ മൊത്തം അതാണെന്ന് വെച്ചാൽ ഡ്രസ്സിലൊക്കെ മൂത്രവും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മൂത്രമൊക്കെ മാറ്റി തുടച്ച് ഡയറ്റോളൊക്കെ കൂട്ടി നന്നായി തുടച്ച് മൂപ്പർക്ക് സ്നേഹിയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ കിടത്തി. ഡോക്ടർ റൗണ്ട്സിന് വന്നപ്പോഴും ആൾ 24 മണിക്കൂർ അങ്ങനത്തെ ഒരു ഇതിലാണ് അവരും സംസാരിക്കണത്. അത് കഴിഞ്ഞിട്ട് ആളാണ് നല്ല മഴക്കാറുണ്ടെങ്കിൽ കൂട്ടിയിട്ട് ഞാൻ നന്നായി വേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് റൗണ്ട്സിന് വന്നപ്പോൾ
എന്താ പറയുക മൂക്കിൽ ട്യൂബ് ഇട്ടിട്ടാണ് ഭക്ഷണമൊക്കെ മരുന്നൊക്കെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. എന്നിട്ടൊരു ഉച്ചയായിട്ടാണ് കേട്ടോ മൂക്കിൽ ട്യൂബ് ഇടുന്നത്. മേമയാണ് വെച്ചാൽ ഭക്ഷണം കഴിച്ചത് 11-ാം തീയതിയാണ് ഞങ്ങൾ ആശുപത്രിക്ക് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ 10-ാം തീയതി മുതലേ ആൾക്ക് വയ്യ. 10-ാം തീയതി മുതൽ ഒന്നും കഴിക്കാണ്ടിരിക്കണതാണ്. 10-ാം തീയതി ഒന്നും കഴിച്ചിട്ടില്ല, 11-ാം തീയതി ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഈ 12-ാം തീയതി ഉച്ചയ്ക്കാണ് ഡോക്ടർ വന്ന് മൂക്കിൽ ട്യൂബ് ഇട്ട് തന്നിട്ട് എന്താ പറയുക ഭക്ഷണം കൊടുക്കണത്. അതിനായിട്ട് ആൾക്ക് ഞാൻ പോയിട്ട് എന്താ പറയുക അനാർ ജ്യൂസ് വാങ്ങിച്ചിട്ടു. തണുപ്പും മധുരമൊന്നും ഇല്ലാത്ത അനാർ ജ്യൂസും കഞ്ഞിവെള്ളവും ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ അതാണ് കേട്ടോ, ഇതും എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് കേട്ടോ. ഞാനിങ്ങനെ എന്താ പറയുക ഒരു ആൾക്ക് മൂക്ക് കൂടെ ഭക്ഷണം കൊടുക്കുന്നത് അതിൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമാണ്. അങ്ങനെ അതൊക്കെ കൊടുത്ത് ഞങ്ങളൊരു 3 മണിയോട് കൂടിയിട്ട് ഞാനും എൻ്റെ ചേച്ചി ആ ആശുപത്രിയിൽ വരാന്തയിൽ പായ വിരിച്ച് കിടക്കുമ്പോൾ അപ്പോഴേക്കും വേറൊരു ചെറിയ മേമുണ്ട് പറഞ്ഞല്ലോ, അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക്. അപ്പം ഞാനങ്ങനെ കിടക്കുമ്പോഴാണ് എന്താ പറയുക ആ ചെറിയ മേമ വന്ന് വിളിക്കണ്, ഉണ്ണിമോളെ എണീക്ക്, മേമ കണ്ണ് തുറക്കണില്ല പറഞ്ഞിട്ട്. ഞാൻ ഓടിച്ചൊന്ന് ഡോക്ടറിനെ വിളിച്ച് നോക്കിയപ്പോഴേക്കും ആൾ പോയേക്കണു. അങ്ങനെ ഒരു 4 മണിയോട് കൂടിയിട്ട് മേമ മരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ വൈകുന്നേരം 7 മണി ആയിട്ടുണ്ടായിരുന്നു. 12-ാം തീയതി 7 മണി കേട്ടോ. അത് കഴിഞ്ഞ് 13-ാം തീയതി മേമേനെ ഒരു 10 മണി ആയപ്പോഴേക്കും എടുത്തു. അവിടെ ഒരു ശ്മശാനമുണ്ട്, ശാന്തിതീരം പറഞ്ഞിട്ട് ഷൊർണൂർ, അവിടേക്കാണ് കൊണ്ടുപോയത് കേട്ടോ. ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ആളുടെ അവസാനത്തെ നിമിഷത്തിൽ എനിക്ക് ആൾക്ക് കഴിക്കാൻ കൊടുക്കാൻ പറ്റിയതും അതുപോലെ തന്നെ ആളെന്നെ കുറച്ച് അന്നത്തെ ആ ഒരു ദിവസം നോക്കാൻ പറ്റിയതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയുക എന്നെ ഈ ലോകത്തിൽ സ്നേഹിച്ചിട്ടുണ്ടെന്ന് തോന്നിയിട്ടുള്ള ഒരാളാണ് കേട്ടോ. എനിക്ക് എൻ്റെ എന്താവശ്യമാണെങ്കിലും എന്താണെന്ന് വെച്ചാലും എനിക്ക് ആളോട് എന്താ പറയുക ഒരു വട്ടം പറഞ്ഞാൽ മതി. എന്ത് കാര്യമാണെങ്കിലും മേമ എനിക്ക് ഇന്നത് ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഇന്ന പോലെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളത് ചെയ്തു തരും. നേരെ മറിച്ച് എൻ്റെ അമ്മയുടെ അടുത്തൊക്കെയാണെങ്കിൽ കുറേ തവണ ചോദിക്കണം കേട്ടോ. പക്ഷേ എനിക്ക് പലപ്പോഴും പറ്റിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സ്നേഹിക്കണവരെ എനിക്ക് വേണ്ട പോലെ എന്താ പറയുക കെയർ ചെയ്യാനും സംരക്ഷിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടേ ഇല്ല. അത് ഞാനിപ്പോൾ എന്താ പറയുക തുറന്ന് പറയുകയാണ് കേട്ടോ. കാരണം എനിക്കതിലൊരുപാട് ഇതുണ്ട്. വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ മനഃപൂർവ്വമല്ല കേട്ടോ. മേമയ്ക്ക് വയ്യാണ്ടിരുന്ന ആ ഒരു സമയത്ത് ഞാൻ എന്താ പറയുക പ്രസവിച്ച് കിടക്കായിരുന്നു. പിന്നെ എനിക്ക് അത് കഴിഞ്ഞിട്ട് 2018 ഞാൻ ആരീഷിനെ പ്രസവിക്കുന്നത്. അതുപോലെ 2019 ഞാൻ പൂമ്പാറ്റേനെ പ്രസവിക്കുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ മക്കൾ 2 പേരും തമ്മിൽ ഓരോ വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ആ ഒരു ഇതായിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു. ഇന്നും എനിക്ക് മേമേനെ എനിക്ക് ആശുപത്രിക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ വീട്ടിലാവുക കാരണം കൊണ്ടാണ്, എൻ്റെ അമ്മയുടെ അടുത്താവുക കാരണം കൊണ്ടാണ്. ഞാൻ എൻ്റെ ഏട്ടൻ്റെ വീട്ടിലാണെന്ന് വെച്ചാൽ ഇവിടെയാണെന്ന് വെച്ചാൽ അവരിങ്ങനെ സംഭവിച്ചു എന്ന് വിളിച്ച് പറയുമ്പോഴാണ് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ആ സമയത്ത് എനിക്ക് അങ്ങോട്ട് പോകാൻ തോന്നിയതും ഒക്കെ എനിക്ക് മേമേനെ ആ അവസാന നേരത്ത് 2 ദിവസം ഭക്ഷണം കൊടുക്കാണ്ടിരുന്ന സമയത്ത് മേമയ്ക്ക് വേണ്ട ഭക്ഷണം കൊടുക്കാൻ പറ്റിയത്. എന്നിട്ട് വൈകുന്നേരത്ത് കഞ്ഞി അരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ എവിടെയാണ് കഞ്ഞി അരച്ച് കിട്ടുക എന്നൊക്കെ ഞാൻ അന്വേഷിച്ചു. അപ്പം ഒരു ക്യാൻറ്റീനിൽ കഞ്ഞി അരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ ശരി വൈകുന്നേരം കഞ്ഞി അരച്ചിട്ട് അതും കൂടി കൊടുക്കണം എന്നൊക്കെ വിചാരിച്ച് അത് പോയി വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കിടന്നത് 2 പേരും. മേമയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് വയറ് നിറച്ചിട്ടാണ് ഞങ്ങൾ പോയി കിടന്നത്. പിന്നെ മേമേനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പൂമ്പാറ്റേനെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. ഞാനും എൻ്റെ ഏട്ടനും മാത്രമേ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. ഏട്ടൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആരും ഉണ്ടാവില്ല, ഞാൻ മാത്രമേ ആ ഹോസ്പിറ്റലിൽ ഉണ്ടാവാറുള്ളൂ. ഒരു ഗർഭിണിയായ പെണ്ണ് പ്രസവിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഒരു പ്രഗ്നൻസി സ്റ്റോറി പറയുന്നുണ്ട്, അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയാം കേട്ടോ. അന്ന് എൻ്റെ മേമയ്ക്ക് നല്ല ആരോഗ്യവും എല്ലാം ഉള്ള ഒരു സമയമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതുപോലെ ഒരു അനാഥപ്രേതത്തിനെ പോലെ ഒറ്റയ്ക്ക് അവിടെ ആ ഒരു ഹോസ്പിറ്റലിൽ പ്രസവത്തിന് വേണ്ടി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. ഞാനൊന്ന് വിളിച്ചാൽ മതി ഓടി വരും, അല്ലെങ്കിൽ ഒന്ന് കേട്ടറിഞ്ഞാൽ മതി ഓടി വരും. ഞാനൊരു 7-8 മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ വീഡിയോ നിർത്തണം എന്നാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷേ ഇതിപ്പോൾ ഒരുപാട് ലെങ്ത്തായിപ്പോയി. വീഡിയോ ഇടാത്തതിൻ്റെ ഒരു റീസണും ആളിൻ്റെ ലൈഫിൽ എങ്ങനെയായിരുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആശുപത്രിയിൽ പോയിട്ട് ആദ്യമായിട്ടുണ്ടായ ഒരു അനുഭവം കൂടിയാണ് കേട്ടോ ഞാൻ അതിൽ പങ്കുവച്ചത്. അപ്പോൾ എന്തായാലും
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം വീഡിയോ ഇടാഞ്ഞത്. ഇനി എന്തായാലും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.